സർക്കാരും DGP ജേക്കബ് തോമസും തുറന്ന പോരിലേക്ക്. ചീഫ് സെക്രട്ടറി ചോദിച്ച വിശദീകരണത്തിന് മറുചോദ്യവുമായി ജേക്കബ് തോമസ് മറുപടി നൽകി. ചട്ടലംഘനത്തിന് നോട്ടീസ് അയച്ചത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നും താൻ ചെയ്ത തെറ്റെന്താണെന്നും ജേക്കബ് തോമസ് നൽകിയ മറുപടിയിൽ ചോദിച്ചു. എന്നാൽ ഇപ്പോൾ തെളിവ് നൽകാനുള്ള സാഹചര്യമല്ലെന്നും ഇത് പ്രാഥമിക അന്വേഷണം മാത്രമാണെന്നും ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിന് മറുപടി നൽകി. ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതി വിധി വന്നയുടനെ സത്യം ജയിച്ചു എന്നായിരുന്നു ജേക്കബ് തോമസിന്റെ പ്രതികരണം. സർക്കാരിനോട് അനുമതി വാങ്ങാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനും സർക്കാരിനെതിരാകുമെന്ന് തോന്നുന്ന വാക്കുകൾ ഉപയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് വിശദീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിന് ജേക്കബ് തോമസ് മറുപടി നൽകിയില്ല. തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ ചീഫ് സെക്രട്ടറി വീണ്ടും ജേക്കബ് തോമസിന് നോട്ടീസ് നൽകി. 15 ദിവസത്തിനകം നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ഇതോടെ മറുചോദ്യവുമായി ചീഫ് സെക്രട്ടറി ആദ്യം അയച്ച നോട്ടീസിന് ജേക്കബ് തോമസ് മറുപടി നൽകി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തന്നോട് വിശദീകരണം ചോദിച്ചതെന്നും താൻ ചെയ്ത തെറ്റെന്താണെന്നുമാണ് ജേക്കബ് തോമസ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ തെളിവ് നൽകാനുള്ള സാഹചര്യം ഇതല്ലെന്നും ഇത് പ്രാഥമിക അന്വേഷണം മാത്രമാണെന്നും ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിന് മറുപടി നൽകി. എന്തായാലും ജേക്കബ് തോമസിനെതിരെ നടപടി വേണമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അഭിപ്രായമുള്ള സാഹചര്യത്തിൽ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസിനെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.